മായയെ കുറ്റം പറയാൻ കഴിയില്ല. അവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറൂ. എന്ന് വെച്ച് നീ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും. ശരിയാവും എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഏയ്, പടിയേറ്റിന് 2-3 ദിവസം കൂടി ഉള്ളൂ. ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിൽ ഇനിയിപ്പോ എങ്ങനെ? നീ സമാധാനപ്പെട്, എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല. നിങ്ങളെന്ന് പറഞ്ഞില്ലേ ഒരു സ്നേഹിതന്റെ കാര്യം? 26-ലെ ഒരു അപ്പു. ആ അപ്പു ആളെങ്ങനാ? എന്തേ? അല്ല, ഒരു വായ നോക്കിയാണെന്ന് ഞാൻ പറഞ്ഞേ, അതുകൊണ്ട് ചോദിച്ചതാ. അതും വെറുതെ പറഞ്ഞതാ. അപ്പുന്റെ അത്രയും സൽസ്വഭാവിയും നല്ലവനുമായ ഒരുത്തനെ കാണാൻ തന്നെ കിട്ടില്ല. എന്നാ എനിക്കും അങ്ങനെ തോന്നി. എന്തേ അപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, അപ്പു ഇവിടെ വന്നിട്ടുണ്ടേ. അപ്പു വന്നോളൂ. വീരേന്ദ്രനെ കാണുന്നു. സ്നേഹിതനാണെന്നും പറഞ്ഞ എന്റെ അടുത്ത നിമിഷം ഞാൻ ഇയാളോട് ചോദിച്ചു, അപ്പു അല്ലേന്ന്. അപ്പോ ഇയാളുടെ മുഖത്തുണ്ടായ ഒരു ഭാവപ്പേർച്ച, ഓ അവർണ്ണനീയം തന്നെ. आप एक पल के अंदर मुझे पहचान लिया? अरे वाह, मैं आपको अभिनंदन करता हूँ. ശുക്രിയ ശുക്രിയ. അപ്പൊ നിങ്ങൾ സംസാരിച്ചിട്ട് अब जाते हैं. बैठो. അല്ല അത് अरे आप दोनों बैठिए ना. आप कैसे हैं? यहाँ की खाने पीने के इंतजाम ठीक तो है ना? अच्छा अच्छा अच्छा, ये सब छोड़ो ना, आपका नाम कहिए. नाम नाम बताओ. വീരേന്ദ്രൻ. बैठिए ना. साले, ये वीरेंद्र को पहले कभी तू देखा है? ഈ വീരേന്ദ്രന്റെ മുമ്പ് എപ്പോഴെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? ഇനി എന്നെ പറ്റി ഞാൻ പറയാം. എന്റെ പേര് അപ്പു. തിരുവട്ടാറിലെ ഒരു കൃഷിക്കാരൻ. ഇവിടെ തമ്പുരാട്ടിയാക്കാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു പെൺകുട്ടിയെ, അവൾ എന്റെ പെണ്ണാണ്. അവളെ തിരികെ കൊണ്ടുപോകാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത്രയൊക്കെ പറഞ്ഞിരുന്നത് എനിക്ക് മനസ്സിലായില്ലേ? ആരെ ബേക്കോ വീരേന്ദ്ര മേഹവും. നിക്ക്, പേടിക്കണ്ട. ഞാൻ നിന്നെ ഉപദ്രവിക്കാനല്ല വന്നത്, മറിച്ച് സഹായിക്കാൻ. നീ ഞാനായിട്ടല്ല, എന്റെ അച്ഛനായിട്ട് വന്നാൽ പോലും എനിക്കൊരു പ്രശ്നമില്ല. എന്റെ അമ്മ പോലും നിന്നെ അംഗീകരിച്ചില്ല. ഇനി ഞാനായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഈ കൊട്ടാരവും സ്വത്തുക്കളും എന്തിന്? എന്റെ അമ്മയെ പോലും പണ്ടേ ഞാൻ ഉപേക്ഷിച്ച. പക്ഷേ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നുണ്ട് ഈ കൊട്ടാരത്തിൽ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഇവിടെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന കിരീടം. കിരീടോ? അതെ. എന്താ, അതും നിനക്ക് വേണമെന്നുണ്ടോ? ഏയ്, എനിക്ക് വേണ്ട. ഞാനൊരു തൊപ്പി പോലും തലയെ വെക്കാറില്ല, പിന്നെന്തിനാ കിരീടം? പക്ഷേ എനിക്കത് തലയിൽ ചൂടി കുറച്ചു ദിവസം കഴിയണം. ആ കിരീടത്തിന് ഞാൻ അവകാശമായിരിക്കാൻ വേണ്ടിയാ എന്റെ അച്ഛനെ അവർ കുത്തി നുറുക്കിയത്, എന്നെ എന്റെ അമ്മയോട് നാട്ടി പായിച്ചത്. ഇപ്പോ അതിനൊരു അവകാശം ഉണ്ടാവാൻ പോവാ. അതിനു മുമ്പ് എനിക്കത് കിട്ടണം. അതും കൊണ്ടേ ഞാൻ ഇവിടെ പോകും. കൊണ്ടുപോയിക്കോളൂ. അത് മാത്രമല്ല, വേറെ എന്ത് വേണമെങ്കിൽ എടുത്തോ. എനിക്ക് ഒരു വിരോധമില്ല. ഇത്രയും ബുദ്ധിമുട്ടി ഞാനിവിടെ വന്ന് നിന്റെ അനുവാദത്തിനല്ല. ആ കിരീടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് മഹാരാജാവിന് മാത്രമേ അറിയൂ. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പൊ നീ വിചാരിച്ചാൽ സാധിക്കും. നിനക്ക് മാത്രമേ ഇപ്പൊ അതിന് കഴിയൂ. ഈശ്വര, അടുത്ത കുരിശു എത്തിയല്ലോ. എന്താ, നിനക്ക് ബുദ്ധിമുട്ടാണോ? അതെ, അല്പം ബുദ്ധിമുട്ടാ. എടുത്തു ചാടിയൊന്നും പറയില്ലേ അപ്പു. നീ ഇത്രയും കാലം ബുദ്ധിമുട്ടിയത് നിന്റെ മായയ്ക്ക് വേണ്ടിയല്ലേ? അതുപോലെ ഞാൻ ഇക്കാലത്രയും കാത്തിരുന്നത് ആ കിരീടത്തിന് വേണ്ടിയാ. നീ എന്നെ സഹായിച്ച ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ മായയെ ഭദ്രമായിട്ട് ഞാൻ നിന്നെ തന്നെ ഏൽപ്പിക്കും. അല്ലെങ്കിൽ നീ ആരാണെന്ന് തെളിയിക്കാൻ എനിക്കൊരു നിമിഷം പോലും വേണ്ട. പിന്നെ ഇവിടെയുള്ള എല്ലാവരും ചേർന്ന് നിന്റെ അസ്ഥികൾ ഓരോന്നായി നുറുക്കും. പിന്നെ ജയിലിൽ കിടന്ന് വർഷങ്ങളോളം കിട്ടുന്ന തല്ല് വേറെ. അതിനെല്ലാം പുറമെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ നിന്റെ മായയെ കാണുകയില്ല. ഇത് വീരേന്ദ്രനാ പറയുന്നത്. ഞാൻ ആരാണെന്ന് നിന്നെ ഇനി പ്രത്യേകം പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടല്ലോ. എന്താടാ? വെള്ളം. പാനി. ആ എന്താ ഇങ്ങോട്ടൊക്കെ? ഗ്രന്ഥപ്പരയിൽ വെളിച്ചം കണ്ടപ്പോ ആരാവും ഈ രാത്രി എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. പടിയേറ്റിന്റെ ചടങ്ങുകളെ കുറിച്ച് ഒന്നുകൂടി പരിശോധിക്കണമെന്ന് തോന്നി. ആ, എല്ലാം നോക്കിക്കഴിഞ്ഞല്ലേ, ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലോ. ഉവ്വ്. എന്നാലും എവിടെയോ ഒരു കുഴപ്പം പോലെ, ഏതോ ഒരു കണ്ണി ഇപ്പോഴും ഇണങ്ങാത്തതുപോലെ. എവിടെയും ഒരു പിഴവും വന്നുകൂടാ. ഈ കൊട്ടാരത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു ചടങ്ങ് നടന്നിട്ടില്ല. തല മുതിർന്നവർക്ക് പോലും പടിയേറ്റിനെ കുറിച്ച് കേട്ടുകഴിവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ സംശയം കെടുത്ത് തീരാത്തെ. ഇത്ര ഒരുക്കങ്ങളൊക്കെ കൂട്ടിയിട്ടും ഈ ചടങ്ങെങ്ങാനും നടക്കാതെ വന്ന എന്താ എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഏയ്, ഒന്നുമില്ല, വെറുതെ.
വെറുതെ ഒരു സംശയം. ഒരു സംശയവും വേണ്ട, ഈ ചടങ്ങ് നടക്കും. പരദേവതകൾ എന്നെ ചതിക്കില്ല. അല്ല, ഇനി ആ കുട്ടിയെങ്ങാനും ഇതിന് തയ്യാറല്ലെന്ന്. വേണ്ട, ആ വഴിക്കുള്ള സംസാരമൊന്നും വേണ്ട. അങ്ങനെയൊക്കെ കേൾക്കാൻ തന്നെ എനിക്ക് കഴിയില്ല. തനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ആ ഗ്രന്ഥം ഒന്ന് മറിച്ചു നോക്കുക. പടിയേറ്റ് നടക്കുമ്പോ എന്തെങ്കിലും കുറവ് എവിടെയെങ്കിലും കണ്ടാൽ ചൂണ്ടിക്കാണിക്കാലോ. തീർത്ഥാഭിഷേകം അത് പടിയേറ്റിന് മുമ്പുള്ള പ്രധാന ചടങ്ങാ. സാഗരതീർത്ഥം, ഗംഗാതീർത്ഥം, പത്മതീർത്ഥം, ഈ തീർത്ഥങ്ങൾ കൊണ്ടാ തീർത്ഥാഭിഷേകം നടത്തുക. സപ്തസാഗരങ്ങളുടെയും ജലമിശ്രം സാഗരതീർത്ഥം. അത് കുട്ടിയുടെ സകല പാപങ്ങളും കഴുകിക്കളയും. ഗംഗാതീർത്ഥം അവളെ പരിശുദ്ധിയാക്കും. പത്മതീർത്ഥാഭിഷേകത്തോടെ മായ ഉദയപുരം സ്വരൂപത്തിലേക്ക് ദത്തെടുക്കാൻ യോഗ്യാവും. പിന്നെ മണ്ഡപത്തിലെ 3 പടികളും ചവിട്ടിക്കയറി പീഠത്തിലിരുന്നു കഴിഞ്ഞാൽ അവൾ മകം തിരുനാൾ മായത്തമ്പുരാട്ടിയാവും. ഈ ചടങ്ങുകളൊക്കെ നടക്കുമ്പോ ആ കുട്ടിയുടെ തലയിൽ കിരീടം ഉണ്ടാവുമോ? അല്ല, ഇവിടെ രഹസ്യ അറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ കിരീടം മായയെ ചൂടിക്കുമെന്നറിയാനാ. ഇവിടെ രഹസ്യ അറയിൽ കിരീടം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അതൊക്കെ എനിക്കറിയാം. അല്പം സ്വാതന്ത്ര്യം നന്നായി കൊട്ടാരത്തിന്റെ അടിത്തറ തോണ്ടാൻ നീ നോക്കുമല്ലോ. അറിയേണ്ടത് മാത്രം ഇയാൾ അറിഞ്ഞാൽ മതി. അല്ലാത്തതിനെ കുറിച്ച് മേലിൽ സംസാരിച്ചു പോരുത്. മനസ്സിലായോ? മനസ്സിലായി. ആ കിരീടം കാണാൻ പോലും എനിക്ക് അവകാശമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ അവകാശിയാവാതിരിക്കാൻ വേണ്ടിയാണല്ലോ എന്നെ എന്റെ അമ്മ ഇവിടെ നാട്ടി പായിച്ചത്. അതിനുവേണ്ടി തന്നെയാണല്ലോ എന്റെ അച്ഛനെ കഷ്ണം കഷ്ണമായി അങ്ങ് വെട്ടിനുറുക്കിയത്. അരുത് വീരേന്ദ്ര, നീ ഇങ്ങനെ ഒന്നും പറയരുത്. എനിക്ക് ആ പാപത്തിൽ പങ്കില്ല. പത്മിനിക്ക് വേണ്ടിയാ ഞാനന്ന് വാദിച്ചത്. പക്ഷെ അതൊക്കെ വല്യമ്മാമയുടെ കാലത്തല്ലേ. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാനത് വിശ്വസിക്കില്ല. ആ രക്തക്കറ അങ്ങയുടെ കൈകളിലും മനസ്സിലും ഇപ്പോഴും ഉണ്ട്. കിരീടത്തെ കുറിച്ച് ഞാനൊന്ന് ചോദിച്ചപ്പോ അങ്ങയുടെ കണ്ണുകളിലും ഞാനത് കണ്ടു. വീരേന്ദ്ര, എങ്കിലാ കിരീടം കാണാനുള്ള യോഗ്യത പോലെ എനിക്കില്ലെന്ന് അങ്ങ് പറയുമോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എന്നാൽ ആ കിരീടം ഒരിക്കലെങ്കിലും എനിക്കൊന്ന് കാണണം. ആ, ഇപ്പൊ നിനക്ക് വിശ്വാസമായോ? ഇനി നിന്റെ മനസ്സിന്റെ ഒരു കോണിൽ പോലും എന്നെ കുറിച്ചൊരു സംശയം ബാക്കിയുണ്ടാവരുത് കുട്ടി. അറിയാതെയാണെങ്കിലും അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം. നീ ഇത്രയും പെട്ടെന്ന് സാധിച്ചെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. പ്രതീക്ഷകൾക്ക് വിപരീതമായാണല്ലോ ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. കിരീടം എന്റെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കോടീശ്വരൻ. ഇവിടുത്തെ മഹാരാജാവിനേക്കാൾ വലിയ കോടീശ്വരൻ. നിനക്കും നിന്റെ മായയ്ക്കും ജീവിതകാലം മുഴുവൻ സുഖമായി കഴിയാനുള്ള അത്രയും പണം ഞാൻ തരും. എനിക്കൊന്നും വേണ്ട. കിരീടം എന്റെയാണ്, എനിക്ക് അവകാശപ്പെട്ടാണെന്നൊക്കെ താനല്ലേ പറഞ്ഞത്. എടുത്തോണ്ട് പോയിക്കോ. എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പങ്കുമില്ല. അങ്ങനെ കൈയൊഴിയാറായില്ല. കിരീടവും കൊണ്ട് ഞാൻ ഈ കൊട്ടാരം വിടുന്നവരെ നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. എന്നുവെച്ചാ ഇനി കക്കാനും ഞാൻ കൂട്ടുവെക്കണോ? വേണം. നീ എന്താടാ വിചാരിച്ച് ഞാൻ നിന്റെ കളിപ്പാവിയാന്നോ? എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? വീരേന്ദ്രജി അപ്പോങ്കോ എല്ലാം നമുക്ക് സോൾവ് ചെയ്യാം. നീ ഇവന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അവസാന നിമിഷം കൊണ്ട് കലടക്കരുത്. ഇല്ലടാ, ഇനി ഇതിനെ കൂട്ടുകയെന്നാൽ ശരിയാവില്ല. ഞാൻ എല്ലാം രാജാവിനോട് തുറന്നു പറയാൻ പോവാ. ആ മനുഷ്യനെ ചതിക്കാൻ എന്നെ കൊണ്ടാവില്ല. എന്തും മണ്ടത്തരടാ നീ പറയണേ. എല്ലാം അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവണം നിനക്കറിയോ? എന്ത് വേണമെങ്കിൽ ഉണ്ടാവട്ടെ. ഈ കള്ളനെ കൂട്ടുവെക്കുന്നതിലും ഭേദം അതാ. നിന്നെ കൊന്നു കളയുന്നൊന്നും ഞാൻ പറയില്ല. ചത്തു കഴിഞ്ഞാ പിന്നെ നിനക്ക് വേദനിക്കില്ലല്ലോ. ചാവുമ്പോഴുള്ളതിനൊക്കെ വലിയ വേദന നിനക്ക് ഞാൻ തരും. എന്നെ ചതിച്ച നിന്റെ മായയായിരിക്കും ഈ തോക്കിനിരയാവുന്നത്.
ഇറങ്ങ ഇറങ്ങ വേഗം ഇറങ്ങ. പെട്ടികളെല്ലാം എടുത്തോ? അയ്യോ, എന്താടാ പൂർത്തിയായി. ഇവറ്റകളുടെ ഒരു കുറവ് കൂടി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്താലോ നമുക്ക്? ദാ. എന്താ തമ്പുരാട്ടി എവിടെ പോയി? ചോദിച്ചു കേട്ടില്ലേ തമ്പുരാട്ടി എവിടെയെന്ന്? തമ്പുരാട്ടിയോ? അമ്മയെ ഞാൻ തമ്പുരാട്ടിന്ന് വിളിക്കും. കുഞ്ഞുനാളിലെ ഉള്ള ശീല. അമ്മ എന്തേ? മായയുടെ അടുത്തേക്ക് പോണത് കണ്ടു. എന്താ സാവിത്രി? അമ്മ അന്വേഷിച്ച് ഓടി നടക്കുക, നേഴ്സറി കുട്ടിയെ പോലെ. ആ എല്ലാരും എത്തിയല്ലോ. വരൂ വരൂ, അകത്തേക്ക് കയറിയിരിക്കാം. മായ തമ്പുരാട്ടി ഇപ്പൊ വരും. മായ എവിടെ പോയി? പത്മിനി തമ്പുരാട്ടിയുടെ കൂടെ പോയിരിക്കുക. നീ എന്തിനാ കുറ്റി അടിച്ചു പോലെ നിൽക്കണേ? എന്നെ കുറ്റിയടിച്ചോട് നിർത്തിയിരിക്കുക വീരേന്ദ്രൻ തമ്പുരാൻ. രാവും പകലും മായ തമ്പുരാട്ടിക്ക് കാവല് നിന്നില്ലെങ്കിൽ കൊന്നുകളയുന്ന വീരേന്ദ്രൻ തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. ആരാ ഇത് ഈ വീരേന്ദ്രൻ തമ്പുരാൻ? പത്മിനി തമ്പുരാട്ടിയുടെ മകൻ. ആരാ ഈ പപ്പിനി തമ്പുരാട്ടി? വീരേന്ദ്രൻ തമ്പുരാന്റെ അമ്മ. എടാ കഴുതേ, ഈ പത്മിനി തമ്പുരാട്ടിയും വീരേന്ദ്രനൊക്കെ ആരാന്നാ ചോദിച്ചേ? അയ്യോ അതറിയില്ലേ? അവരമ്മയും മകനുമാ. അത് ഈ നാട്ടിലുള്ള സകല കഴുതകൾക്കും അറിയാം, നമ്മക്കറിയില്ലല്ലേ? എടോ നിന്നുണ്ടല്ലോ, ഈ പടിയേറ്റൊന്നോട് കഴിഞ്ഞോട്ട് എന്റെ ചവിട്ടേറ്റ് നീ ചാവും. അതിനു മുമ്പ് ഇടിവെട്ടായിട്ട് ചാവാതെ നോക്കിക്കോ. എന്റെ അത് കരുണാവാ. കരിദേഹം എന്ന് പറയുന്ന ആവും ശരി. ആളിന് ഇങ്ങോട്ട് വരൂ. ഇവനോടൊക്കെ സംസാരിച്ച് നാവിന് വാദം പിടിപ്പിക്കുന്ന എന്തിനാ? അവള് വരട്ടെ, അവളോട് തന്നെ ചോദിക്കാം. നേരാ വാ. ഒച്ച വെക്കണ്ട. അമ്മയും മായി എങ്ങോട്ടാ പോയത്? വടക്കേ പുറത്തേക്ക്. സത്യത്തിൽ നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ മായയുടെ വീട്ടുകാരൊരുക്കിയ ഒരു കെണിയായിരുന്നു അത്. അവരെ കുറ്റം പറയാൻ കഴിയില്ല. 10 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്തല്ലേ ഇവിടെ നിന്നും കിട്ടുക? വലിയ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോ ഇതുപോലൊരു മഹാഭാഗ്യം വന്നാൽ അത് കിട്ടാൻ വേണ്ടി ഇത്തിരി ക്രൂരതയൊക്കെ ആരും കാണിച്ചു പോകും. പക്ഷെ ഇത്രയും വലിയൊരു ചതിയിൽപ്പെടുത്തിയിട്ടും എത്രയൊക്കെ നീ അപമാനിച്ചിട്ടും ഒരല്പം പോലും നിന്നെ വെറുക്കാതെ, സ്വന്തം ജീവന് പോലും വില കൽപ്പിക്കാതെ നിനക്ക് വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നില്ലേ അപ്പു? അവന് പകരം വെക്കാൻ ഈ സമ്പത്തൊന്നും തികയില്ല കുട്ടി. ഇഷ്ടപ്പെട്ട പുരുഷനിൽ നിന്നും ഇത്രയേറെ സ്നേഹം ലഭിക്കുന്നത് മുജ്ജന്മങ്ങളിൽ ഒരുപാട് പുണ്യം ചെയ്തവർക്ക്. അതനുഭവിക്കാൻ ഈ ജന്മത്തിൽ ഭാഗ്യമുള്ളവർക്ക്. കുഞ്ഞെ, നിനക്ക് വേണ്ടി ഈ ഒരു ചെറിയ ഉപകാരം മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ. പിന്നെ എനിക്ക് സംഭവിച്ച ദുരന്തം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. ഇപ്പൊ എല്ലാം അറിഞ്ഞില്ലേ? ഇനി നിനക്ക് തീരുമാനിക്കാം. രാജകുമാരിയായിട്ട് ഇവിടെ കഴിയണമെങ്കിൽ ആവാം. നിന്റെ ഒരു ആഗ്രഹത്തിനും അപ്പോട്ട് എതിരെ നിൽക്കില്ല. സത്യം പറ, അപ്പോട്ടൻ നിന്നെ ചതിച്ചതാണോ അതോ നിങ്ങൾ എല്ലാരും കൂടി എന്നെ ചതിക്കായിരുന്നോ? പറയടി, എന്തായാലും പറ. ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞില്ലെങ്കിൽ ദൈവം പോലും നിനക്ക് മാപ്പ് തരില്ല. ഇതിലും ഭേദം എന്നെ കൂടെ കൊന്നുകൂടായിരുന്നു നിങ്ങൾക്ക്. മോളെ, അച്ഛനല്ല, ചതിയനാ നിങ്ങൾ.